പൊതു ഇടത്തിൽ സിഗരറ്റ് വലിച്ചാൽ അത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഞാൻ പൊതു ഇടത്തിൽ അസഭ്യം പറഞ്ഞാൽ അത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. പൊതു ഇടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയോ തെരുവോ എവിടെയുമാകട്ടെ. പക്ഷേ ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണം, അവൾ എന്ത് തൊഴിൽ ചെയ്യണം എന്ന് നല്ല ഭാഷയിൽ പോലും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അവൾ എന്ത് വൃത്തിയിട്ട ജോലിക്കാണ് പോകുന്നത്? ഇത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? കാരണം ഞാൻ നിങ്ങളുടെ മകളോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ സഹോദരിയോ ആരുമല്ലാത്തിടത്തോളം കാലം അങ്ങനെയാണെങ്കിൽ പോലും അതിൽ വിമർശനം ഉന്നയിക്കാൻ പാടില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മഞ്ജു പിള്ള ചേച്ചിയുടെ മകളുമായി ബന്ധപ്പെട്ട ഈ ഒരു കോൺട്രവേഴ്സിയിൽ പ്രതികരിക്കാത്ത ആളുകൾ വളരെ കുറവാണ്. എന്നാൽ പിന്നെ തനിക്കും പ്രതികരിച്ച് കളയാമെന്നും പറഞ്ഞ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി എത്തിയിട്ടുണ്ട്. ചേച്ചി നമുക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഡബ്ബിങ്ങിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു താരം തന്നെയാണ് ചേച്ചി. ഈ പറഞ്ഞ അശ്ലീലം പറഞ്ഞ ആൾക്കെതിരെ പോരാടിയതും മഷി തെറിപ്പിച്ചതൊക്കെ 100% നമ്മൾ സപ്പോർട്ട് കൊടുത്ത കേസ് തന്നെയാണ്. റോഡ് സൈഡിൽ മൂത്രം ഒഴിക്കുന്നവനെ വണ്ടി കയറ്റി കൊല്ലണമെന്ന് ചേച്ചി പറഞ്ഞത് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും. കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ ഓക്കെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നവനെ വണ്ടി കയറ്റി കൊല്ലണമെന്ന് പറയുന്നത് അത്രയും മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ്. ചെയ്യുന്നവനെ വേണമെങ്കിൽ പറഞ്ഞു വിലക്കാം, പക്ഷേ വണ്ടി കയറ്റി കൊല്ലാൻ പാടില്ല മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ. അങ്ങനെ പറഞ്ഞ ഒരു സംഭവം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നമുക്ക് സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഇന്ന് ചേച്ചി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളിൽ ചില പിഴവുകളില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകാം. എനിവേ, എന്താണ് സംഭവിച്ചത്? ഭാഗ്യചേച്ചി എന്താണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത്? അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഭാഗ്യചേച്ചി ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിരിക്കുകയാണ്. ഓൺബോർഡായിട്ട് ചെക്ക് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ചിലരൊക്കെ പറയുന്ന കേട്ടു, വിമർശിക്കാം, അഭിപ്രായം പറയാം, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എന്നൊക്കെ പറയും. ഒക്കെ ശരിയാണ്. പക്ഷെ എന്തിൽ അഭിപ്രായം പറയാനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം? നിങ്ങൾക്ക് സർക്കാരിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കോടതികളുടെ കാര്യത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിനും നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാം, അഭിപ്രായം പറയാം. അതിനൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവൾ എന്ത് വസ്ത്രം ധരിക്കണം, അവൻ എന്ത് വസ്ത്രം ധരിക്കണം, അവൻ ആരോടൊപ്പം സഞ്ചരിക്കണം, അവൾ ആരോടൊപ്പം സഞ്ചരിക്കണം, അവൾ എന്ത് തൊഴിൽ ചെയ്യണം എന്നതിൽ അഭിപ്രായം പറയാമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. അതൊരു വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അതായത് അത് സമൂഹത്തെ ബാധിക്കാതിരിക്കുക എന്ന് പറയുന്ന എന്താണ് ഈ സമൂഹത്തെ ബാധിക്കാതിരിക്കുക? ഇപ്പം ഞാൻ മദ്യപിച്ച് ലക്ക് കെട്ട് റോഡിൽ കിടന്നാൽ അത് സമൂഹത്തിനെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഞാൻ പൊതു ഇടത്തിൽ സിഗരറ്റ് വലിച്ചാൽ അത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഞാൻ പൊതു ഇടത്തിൽ അസഭ്യം പറഞ്ഞാൽ അത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. പൊതു ഇടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയോ തെരുവോ എവിടെയുമാകട്ടെ. പക്ഷേ ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണം, അവൾ എന്ത് തൊഴിൽ ചെയ്യണം എന്ന് നല്ല ഭാഷയിൽ പോലും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഭാഗ്യചേച്ചി പറഞ്ഞ കാര്യങ്ങളിലൊന്നും എതിർപ്പൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾ മറ്റാരുമല്ല. ഈ പറഞ്ഞ ദയയുടെ വിഷയത്തിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ തുണി അഴിച്ച് പൈസ ഉണ്ടാക്കുന്ന ഞരമ്പന്മാർ നെഞ്ചിലേറ്റിയ ചില പ്രമുഖരും ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ചീര നനയുമ്പോൾ എന്തോ വാഴയ്ക്കൂടെ വെള്ളം കിട്ടുമെന്നോ, വാഴ നനയുമ്പോൾ ചീരയ്ക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞ കണക്ക് ഈ ഒരു സമയത്ത് അങ്ങ് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഞരമ്പന്മാർ നെഞ്ചിലേറ്റിയ താരങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭാഗ്യചേച്ചിയെ പോലുള്ള ആളുകൾ ഇത് പറയുമ്പോഴത്തേന്, അതായത് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഏത് വസ്ത്രം ഞങ്ങൾ ധരിക്കും എന്ന് പറഞ്ഞ് ഈ ആളുകൾ മുന്നോട്ട് വരും. അവിടെ ഭാഗ്യചേച്ചി പറഞ്ഞ ആ ഒരു സംഭവത്തിലെ മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഈ പറഞ്ഞ ഷെബീന ബീബി ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അധിക്ഷേപമാണ്. ഒരാളെ അധിക്ഷേപിക്കാൻ പറ്റത്തില്ല ഏത് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ. നമുക്കത് സഭ്യമായി പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19(1)(a) പൊതുവെ സഭ്യമായ ഭാഷയിൽ അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത് ഇന്ത്യൻ നിയമപ്രകാരം തെറ്റല്ല. ഏതൊരു വിഷയത്തിലും അഭിപ്രായ പ്രകടനം നടത്താം.
അഭിപ്രായ പ്രകടനം നടത്തേണ്ടാത്ത കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകൾ, രാജ്യസുരക്ഷ അടക്കമുള്ള ചില കേസുകളിൽ നമ്മൾ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല. ബാക്കി ഏതൊരു വിഷയത്തിലും നമുക്ക് നമ്മുടേതായ സഭ്യമായ ഭാഷയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ വിമർശനം എങ്ങനെയായിരിക്കണം? വ്യക്തിപരമായ അധിക്ഷേപമോ അപമാനമോ ആകരുത്. അസഭ്യമായ അല്ലെങ്കിൽ ലൈംഗിക അതിശയമുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. ഭീഷണിപ്പെടുത്തുകയോ വിദ്വേഷം പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. തെറ്റായ ആരോപണങ്ങൾ തെളിവില്ലാതെ ഉന്നയിക്കരുത്. ഇതൊഴികെ സഭ്യമായ രീതിയിൽ ഒരാൾക്ക് ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കാം. ഇൻസ്റ്റഗ്രാമിൽ നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമിൽ ഈ ലൈവിൽ തുണി അഴിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് വലിയ ശല്യമായി മാറിയേക്കുക. അത് നമ്മൾ പറയുമ്പോഴത്തേന് നമ്മൾ ഈ പറഞ്ഞ പുരോഗമനാദി അല്ലാതാവും. അതായത് നമ്മൾ ഈ പറഞ്ഞ 80 വസന്തം 70 വസന്തം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. അത് പറയുന്ന ആൾക്കാർ ആരാണ്? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പുരുഷന്മാരുണ്ട്, ഈ വ്ളോഗ് ചെയ്യുന്ന ചില ടീമുകളുണ്ട്. അവരെത്രക്കാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ വലിയ രീതിയിൽ ഫെമിനിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് എല്ലാ ചെറുക്കന്മാരും കുണ്ടന്മാരാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് യവന്മാരെ സംബന്ധിച്ച് ഈ പറഞ്ഞ തുണി അഴിക്കുന്ന കാണുന്ന വലിയൊരു വിഷയമൊന്നുമല്ല. അമാർ ഗുണ്ടന്മാർ അതൊരു വിഷയമല്ല. അമാർക്ക് ഈ ചെറുക്കന്മാരെ കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് അമാരെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി വലിയൊരു വിഭാഗം തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ തുണി അഴിക്കുന്നതിന് എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു? ഇന്നലെ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു. ഞാൻ ഈ വിഷയത്തിൽ ഈ മോൾക്ക് സപ്പോർട്ടറാണ്. പൂർണ്ണമായും ഈ ഷബീന ബീബി എന്ന് പറയുന്ന സ്ത്രീ കാണിച്ചത് അങ്ങേറ്റം ചെറ്റത്തരമാണ്. അതായത് പറഞ്ഞ രീതി അത്രയധികം അധിക്ഷേപം ഒരിക്കലും നടത്താൻ പാടില്ല. പക്ഷേ എന്ന് കരുതി അതിൻ്റെ പിന്നിൽ അപരാധം, സോഷ്യൽ മീഡിയയിൽ അപരാധം കാണിക്കുന്ന ഈ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ ഇപ്പോൾ ഈ ന്യൂഡിറ്റി കാണിക്കുന്ന വീഡിയോ ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. യൂട്യൂബിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അപ്പോഴേ അടിച്ചു കളയും. അപ്പോൾ ന്യൂഡിറ്റി ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയാം, ഈ യൂട്യൂബിനടക്കം. അതായത് അമേരിക്കക്കാർക്ക് പോലും ഇത് പരിധി വിടുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ യൂട്യൂബിൽ റെസ്ട്രിക്ട് ചെയ്തേക്കുന്നത്. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു കുഴപ്പമില്ല. സെമി ന്യൂഡിറ്റി അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാണിക്കാനുള്ള ഒരവസരം ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അത് എങ്ങനെയാണ് ഭീഷണിയാവുന്നത്? നമ്മുടെ കുട്ടികൾക്ക് അതൊരു വലിയ ഭീഷണി തന്നെയാണ്. അത് പറയുമ്പോൾ ഈ പറഞ്ഞ പുരോഗമനവാദികൾ ചോദിക്കും, കുട്ടികൾക്ക് എന്തിനാ മൊബൈൽ കൊടുക്കുന്നത്? എടോ, ഈ ഒരു വിഷയത്തിൽ എത്ര രാജ്യങ്ങളിൽ കേസ് നടക്കുന്നുണ്ട്? ഇൻസ്റ്റഗ്രാമിനെതിരെ എത്ര രാജ്യങ്ങളിൽ കേസ് നടക്കുന്നുണ്ട്? നമ്മുടെ ഈ പറഞ്ഞ 90 വസന്തങ്ങൾ അമ്മമാരാണ് അവിടെ പോയി കേസ് കൊടുത്തേക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കമൻറ്റുകളിടുന്ന ആൾക്കാരാണോ ആ രാജ്യങ്ങളിൽ കേസ് കൊടുത്തേക്കുന്നത്? ഞാൻ തെളിവ് സഹിതം തരാം. നിങ്ങൾ നോക്കുക, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നഗ്നതാ പ്രദർശനം, അശ്ലീലത എന്നിവയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളും കടുത്ത പരാതികൾ ഉയർന്നിട്ടുണ്ട്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പരാതികൾ ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാമിനെതിരെയും അതിലെ ഉപഭോക്താക്കൾക്കെതിരെയും വളരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞു. അശ്ലീലവും നഗ്നതയും നിറഞ്ഞ പോസ്റ്റുകൾ, റീൽസുകൾ, പരസ്യങ്ങൾ എന്നിവ ഉടനടി നീക്കം ചെയ്യണമെന്ന് IT മന്ത്രാലയം പലതവണ ഇൻസ്റ്റഗ്രാമിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള പോലീസും സൈബർ സെല്ലും കേരളത്തിലെ മോഡലുകൾ, ഇൻഫ്ലുവൻസർമാർ എന്നിവർക്കെതിരെ പൊതുസ്ഥലത്ത് അശ്ലീലത, നഗ്നതാ പ്രദർശനം IT ആക്ട് 67 പ്രകാരം വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കാറുണ്ട്. കൂടാതെ പ്രശസ്ത വ്യക്തികളുടെ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾക്കെതിരെയും പരാതിയുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ അവസ്ഥ എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതായത് നമ്മുടെ രാജ്യമല്ല, യൂറോപ്യൻ രാജ്യം, നമ്മളെക്കാൾ 50-60 വർഷത്തിൽ കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ നടികളൊക്കെ, മലയാള നടികളൊക്കെ ഇപ്പോഴും ബിക്കിനി ഒന്നും ഇടാറില്ല. ഇന്ത്യൻ നടികളൊക്കെ ബിക്കിനി ഇടാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്ന 1990-ലൊക്കെ ആയിരിക്കും, 90-95 കാലഘട്ടത്തിലായിരിക്കും. ഇവരെ സംബന്ധിച്ച് എന്താണ്, എനിക്ക് തോന്നുന്ന 1800 കാലഘട്ടത്തിലെ അവിടെ ബിക്കിനി ഇട്ട് നടികൾ അഭിനയിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പുരോഗമനവാദികളായിട്ടും, അതിലും വലിയ പുരോഗമനവാദികളൊന്നും അല്ല നമ്മുടെ നാട്ടിലെ ഈ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവന്മാർ. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ പോലും എന്താണ് അവസ്ഥ? ഡിജിറ്റൽ സർവീസ് ആക്ട്, കുട്ടികൾക്ക് ഇത്തരം അശ്ലീല പോസ്റ്റ് എത്താതിരിക്കാൻ വേണ്ടി ഡിജിറ്റൽ സർവീസ് ആക്ട്, കുട്ടികൾക്ക് മുന്നിലേക്ക് ഇത്തരം അശ്ലീല പോസ്റ്റുകൾ എത്താതിരിക്കാൻ കർശനമായ പ്രായ പരിശോധന വേണമെന്നാണ് യൂറോപ്യൻ നിയമം. ഇനി നോക്കുക, ജപ്പാൻ എത്രയും അധികം കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന രാജ്യമാണ്. കൗമാരക്കാരായ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൂടെ അശ്ലീല ഉള്ളടക്കങ്ങളിലേക്കും നഗ്നതാ പ്രദർശനങ്ങളിലേക്കും ആകൃഷ്ടരാകുന്നു എന്ന പരാതിയെ തുടർന്ന് ജപ്പാൻ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കർശനമായ പ്രായ പരിശോധന കൊണ്ടുവരാൻ നിയമ ഭേദഗതി കർശനമായി ചെയ്തിരിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡം റിവഞ്ച് പോൺ, മുൻ സുഹൃത്തുക്കളുടെയോ പങ്കാളികളുടെയോ സമ്മതമില്ലാതെ അവരുടെ സ്വകാര്യ ചിത്രങ്ങളോ നഗ്ന ചിത്രങ്ങളോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുന്നതിനെതിരെ ബ്രിട്ടനിൽ അതിശക്തമായ നിയമമാണുള്ളത്. തൊപ്പി എന്തിനാണ് പിടിച്ചത്? തൊപ്പിയും മമ്മൂനെയൊക്കെ എന്തിനാണ് പിടിച്ചത്? യൂട്യൂബ് അടക്കം നീക്കം ചെയ്ത് എന്തിനാണ്? നഗ്നതാ പ്രദർശനം. നഗ്നത ആണായാലും പെണ്ണായാലും കാണിക്കുന്നത് വിഷയം തന്നെയാണ്. അത് കുട്ടികളിലേക്ക് അടക്കം എത്തുന്നത്, അവർക്ക് പോലും കാണാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് വലിയ തെറ്റാണ്. അത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പല സ്ത്രീകളും നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കാണിക്കണമെങ്കിൽ അവർ ഈ പറഞ്ഞ കണക്ക് അവരുടെ സ്പേസിൽ മെമ്പർഷിപ്പ് എടുത്തൊക്കെ കാണിച്ചോട്ടെ. പബ്ലിക്കായിട്ട് ഈ കാണിക്കുന്ന അപരാധത്തിന് ഇതിൻ്റെ മറവിൽ ആരും കൂട്ട് പിടിക്കാൻ പാടില്ല.
റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യമുള്ളതിനോടൊപ്പം തന്നെ അത് വിമർശിക്കാനുള്ള എല്ലാ അവകാശവും, അത് തെറ്റാണെന്ന് പറയാൻ, സഭ്യമായ രീതിയിൽ പറയാനുള്ള അവകാശം ഈ പറഞ്ഞ വസന്തങ്ങളെന്ന് വിളിക്കുന്ന സ്ത്രീകൾക്കും അപ്പൂപ്പന്മാർക്കും ഒക്കെ ഉണ്ട്. സഭ്യത വിട്ടു പറയുന്ന തെറ്റാണ്, പക്ഷെ അത് വിമർശന വിധേയമാക്കി തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരെ, ഒരാളെ വിമർശിക്കാനുള്ള അവകാശം ഈ പറഞ്ഞ സ്യൂഡോ ഫെമിനിസ്റ്റുകളായ ഈ അപരാധി മക്കൾക്കില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ വികസിത രാജ്യങ്ങളിൽ വന്നിട്ടുള്ള ഈ പരാതികൾ. ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അവൾ എന്ത് വൃത്തിയിട്ട ജോലിക്കാണ് പോകുന്നത്? ഇത് പറയാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? കാരണം ഞാൻ നിങ്ങളുടെ മകളോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ സഹോദരിയോ ആരുമല്ലാത്തിടത്തോളം കാലം, അങ്ങനെയാണെങ്കിൽ പോലും അതിൽ വിമർശനം ഉന്നയിക്കാൻ പാടില്ല. ഇനി അങ്ങനെ സ്വന്തം വീട്ടിലെ വ്യക്തികളാണെങ്കിൽ പോലും ഞാനിത് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളെ അവൾ എന്നൊക്കെ ഞാൻ പറയുന്ന, അമ്മ സഹോദരി എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. കാരണം വസ്ത്രം എപ്പോഴും ഒരു തൊഴിലുമായി അല്ലെങ്കിൽ അവളുടെ പാഷനുമായി ബന്ധപ്പെട്ട് ശരീരം ഒരല്പം പ്രദർശിപ്പിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചാൽ അതിനെ ഇത്രയേറെ വിമർശിക്കുന്ന ഒരു സമൂഹം എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ. ഭാഗ്യചേച്ചി ഈ പറഞ്ഞ വിഷയത്തിൽ, ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് എതിർപ്പുള്ളത്. അതായത് അഭിപ്രായം പറയാനുള്ള, ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എന്നുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചേച്ചിയുടെ ഈ ഒരു വീഡിയോയിലൂടെ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ സ്യൂഡോ ഫെമിനിസ്റ്റുകളും ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ തുണിയഴിക്കുന്ന ഈ പറഞ്ഞ അപരാധി മക്കൾ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഉണ്ടാവാൻ പാടില്ല. ആ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇവിടെ ഈ പറഞ്ഞ മഞ്ജുപിള്ള ചേച്ചിയുടെ മകൾക്ക് പറ്റിയ ആ ഒരു വിഷയത്തിൽ പൂർണ്ണ സപ്പോർട്ട് ആ ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ച ഈ പറഞ്ഞ അമ്മമാർക്ക്, അതായത് മോഡ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആ ഒരു വസ്ത്രം ഇട്ട് റീൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീൽസ് മോശമാണെന്ന് പറഞ്ഞ്, മോഡലിംഗ് ചെയ്തോട്ടെ, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷെ അതിട്ട് റീൽസ് ചെയ്ത് വിമർശിച്ച ഈ പറഞ്ഞ സ്ത്രീകളെ ഒരു രീതിയിലും കുറ്റം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ മറവിൽ, അതായത് ഇതിൻ്റെ മറവിൽ വെളുക്കാൻ നോക്കുന്ന ഈ പറഞ്ഞ റീൽസിലെ താരങ്ങളെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാനും ഒരാളും മുതിരരുത് എന്നാണ് പറയാനുള്ളത്. ഫെമിനിസത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ അപരാധം കാണിക്കുന്ന, ഞാൻ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഫെമിനിസ്റ്റായിട്ട് നടക്കുന്ന കുറേ ടീമുകൾ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന തോന്നിവാസം, തുണിയില്ലാതെ നടക്കുന്ന പരിപാടി അറിയാമല്ലേ, ആ പരിപാടിയെ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ സപ്പോർട്ട് ചെയ്യുന്നത് അത്യന്തം മ്ലേച്ഛമായ തെറ്റായ നടപടിയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യ വീഡിയോ ആണ്, വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.